ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പെപ്പർ ഫ്രൈ പറഞ്ഞാൽ നമ്മൾ ചിക്കൻ്റെ പെരൻ്റെ പിന്നെ ലിവർ പെപ്പർ ഫ്രൈ ആക്കാൻ പോകുന്നത് ആക്കിയിട്ട് വരാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്ന് ചിക്കൻ്റെ പാർട്സ് പെപ്പർ ഡ്രൈ ആക്കാം. അപ്പോൾ അതിന് എന്തെല്ലാം വേണം പറഞ്ഞാൽ ഉള്ളി ഒരു 2 ഉള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, കരിവേപ്പിൻ്റെ ഇല, പിന്നെ ഇതാ പെപ്പർ പൊടി, പെപ്പർ പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൂടാവാൻ വയ്ക്കാം. ഉണ്ടായപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 സ്പൂണിൻ്റെ അത്ര എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായി. എണ്ണ ചൂടാകുമ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായി. പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഞാൻ ചിക്കൻ്റെ പാർട്സിനെ എടുത്തിട്ട് ലേശം വെള്ളത്തിൽ ഇട്ടിട്ട് വേവായെങ്കിൽ നമുക്കിത് അതിലിട്ടിട്ട് ഇളക്കുമ്പോൾ ഒന്നും പൊടിഞ്ഞ് കിട്ടില്ല. അതിനായിട്ട് ഞാനിതാ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിക്കണം. മഞ്ഞൾപ്പൊടി ലേശം ഉപ്പ് ഒരു ലേശം ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പെരണ്ട പിന്നെ ലിവർ ഇത്ര ആകുമ്പോൾ നമുക്കിത് ഓഫാക്കി വയ്ക്കാം. അപ്പോൾ ഉള്ളി ഇത്ര ആയാൽ മതി. ഉള്ളി ഇത്ര ആകുമ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും പേസ്റ്റ് 1 സ്പൂണിൻ്റെ അത്ര ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. മിക്സ് ആവണം. ഇതിനൊന്ന് മല്ലി 1 സ്പൂൺ മതി. പിന്നെ ഗരം മസാല, മുളക് പൊടി 1/4 സ്പൂൺ, ഇതെല്ലാം ഒന്ന് നല്ല മിക്സ് ആക്കണം. ഇപ്പം നമുക്കിത് വേവിച്ച് വെച്ച പാർട്സ് ഇതാ 1/2 kg ഇത്. അപ്പോൾ ഇതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം ഞാൻ കുറച്ച് ജാസ്തി വെച്ചിട്ടുണ്ടായി. ആ വെള്ളത്തിന് ഊറ്റി കളഞ്ഞ് ഇതിന് നല്ല മിക്സാക്കി കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ തക്കാളി ഇതൊന്നും ആവശ്യമില്ല. ഇതിന് ഹാഫ് വേവ് ഇത് നമ്മൾ ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് വേവ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒന്ന് മസാല ഒന്ന് ഇതിൽ കൂടി പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വേവിക്കണം. ഉപ്പ് നമ്മൾ ഉള്ളി മൂക്കാൻ വേണ്ടി ലേശം ഇട്ടിട്ടുണ്ടായി. പിന്നെ ചിക്കൻ വേവാനും പാർട്സെല്ലാം വേവാനും കുറച്ചിട്ടുണ്ടായി. ഒരു നുള്ളി ഇട്ട് കൊടുക്കാം. കുറവുണ്ടെങ്കിൽ പിന്നെ അവരിട്ട് കൊടുക്കും. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ മുളക് പൊടി കുരുമുളക് പൊടി ഒരു 2 സ്പൂൺ. എരിവ് നോക്കിയിട്ടിടണം. കുറച്ച് എരിവ് ജാസ്തിയായി ബുദ്ധിമുട്ടായി. ഒരു നുള്ളി മഞ്ഞൾപ്പൊടി, ഇട്ടിട്ട് നല്ല പാങ്ങ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിയില്ല. നല്ല രസമുണ്ട് കാണാൻ.
ഇപ്പം നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില പിന്നെ കരിവേപ്പിൻ്റെ ഇല. എല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ല കറുപ്പ് നിറമായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ പെരണ്ട ലിവർ പെപ്പർ ഫ്രൈ റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് രസം വെച്ചിട്ട് ചോറ് വയ്ക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത്. അപ്പോൾ ഇതുവരെ തിന്നാത്തവർ നമുക്ക് കമൻറ്റിൽ അറിയിക്കണം, തിന്നിട്ടുണ്ട് നമ്മൾ ഇതുപോലെ ആക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയണം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല ഇത് നല്ലതല്ലേ ഇത്? ഇങ്ങനത്തെ എല്ലാം തിന്നണം അല്ലേ? ഞാനിങ്ങനെ എല്ലാം ആക്കി കൊടുക്കും വീട്ടിൽ. ഇതേപോലെ ആക്കി നിങ്ങളും. ഞാൻ പണി സ്ഥലത്ത് പെപ്പർ ഫ്രൈ ആക്കി ചിക്കൻ്റെ പെരണ്ട പിന്നെ ലിവർ നല്ല സൂപ്പറായിട്ടുണ്ടായി എന്ന് എല്ലാവരും പറഞ്ഞ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, സബ്സ്ക്രൈബ് ആക്കണം. ബൈ.